നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ അതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നുമില്ല. ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് എല്ലാ മാസവും ഒരു ദിവസം തരുന്നുണ്ട്. അതാണ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഡേ. ഇന്ന് ഫെബ്രുവരി 1 2026. ഇന്ന് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഡേ ആണ്. നിങ്ങൾക്ക് എന്ത് സ്വപ്നമുണ്ടോ, എന്ത് ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കണമെന്ന് അത്രയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അത് ഇന്നത്തെ ദിവസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. ഇത് എൻ്റെ ഗ്യാരണ്ടി. കാരണം ഐ ആം ദ ലൈവ് എക്സ്പീരിയൻസ് ഓഫ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ. പല മെത്തേഡ്സും പല ടെക്നിക്സ് പല റിച്വൽസ് പല യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ചെറിയൊരു മെത്തേഡ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ഏത് വേണോ യൂസ് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നടക്കുവാണെങ്കിൽ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ഇരിക്കുന്ന സറൗണ്ടിങ്സ് ഒന്ന് നീറ്റായിട്ടിരിക്കുക. നമുക്ക് പോസിറ്റിവിറ്റി എപ്പോഴാണ് തോന്നുക? നമ്മളിരിക്കുമ്പോൾ നമ്മളെ സറൗണ്ടിങ്സ് നല്ല നീറ്റായിട്ട് നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ? അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് ഫുള്ള് നീറ്റായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ്റെ മെയിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പല തോട്ട്സ് പല എനർജി പല ഫ്രീക്വൻസിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. സോ അതൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ഇനി മെഡിറ്റേഷനും പല ചാനൽസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ഇനി അത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് കണ്ണടച്ചിട്ട് ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ട് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടുവാണെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പെർഫ്യൂംസോ സെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റൂമിൽ സ്പ്രേ ചെയ്യുക. എന്നിട്ട് ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ കത്തിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നും. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാഹചര്യമുള്ളത് അതുപോലെ ചെയ്യാം. എന്നിട്ട് പല ആഗ്രഹങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം എടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒരു ആഗ്രഹം എടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പറിലെടുത്ത് നിങ്ങൾ ആഗ്രഹം എഴുതുക. എഴുതുന്ന സമയത്ത് പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിന് താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ഈ ആഗ്രഹം എൻ്റെ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് തന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ താങ്ക് യു പറയുന്നു എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഒരിക്കലും ഡൗട്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആ ഒരു ആഗ്രഹം എഴുതുന്ന സമയത്ത് ഫുൾ മൂൺ നോക്കിയിട്ടാണ് എഴുതുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നല്ലതായിരിക്കും. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ഫുൾ മൂൺ സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം പേപ്പറിൽ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചുറ്റും ആരുമില്ല, നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉച്ചത്തിൽ വായിക്കുക. ഇല്ല നിങ്ങൾ ഓക്കെ അല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അത് ഏതാണോ സിറ്റുവേഷൻ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കംപ്ലീറ്റ്ലി ഫൈൻ. ഒരു പേപ്പർ എടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നിങ്ങളുടെ ആഗ്രഹം പാസ്റ്റ് ടെൻസിൽ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് മനസ്സിൽ പറയാം. ചുറ്റും ആരുമില്ല, നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഒച്ചത്തിൽ പറയാം. ഫുൾ മൂൺ നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ മൂൺ നോക്കിയിട്ട് ഈ ആഗ്രഹം പറയാം. എന്നിട്ട് കണ്ണടച്ച് അത് വിഷ്വലൈസ് ചെയ്യണം. അതായത് എൻ്റെ ലൈഫിൽ ഈ ആഗ്രഹം സാധിച്ച് തന്നു, അതിന് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇമോഷനും ഫ്രീക്വൻസിയും നമ്മുടെ ആഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു ചേഞ്ച് നമുക്ക് തോന്നത്തില്ലേ, അതൊക്കെ കൊണ്ടുവന്നിട്ട് താങ്ക് യു പറയാം. എന്നിട്ട് ആ പേപ്പർ ഫോൾഡ് ചെയ്ത് കിടക്കുന്ന ബെഡിൻ്റെ അടിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല മീൻസ് ഒന്നും എഴുതാൻ പോലും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫുൾ മൂണ് കാണുമ്പോൾ കണ്ണടച്ച് ആ ഫുൾ മൂണിനെ നോക്കിയിട്ട് നിങ്ങൾ ആഗ്രഹം പറയാം. ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി പറയുക, താങ്ക് യു പറയുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക. ഇപ്പം മെഡിറ്റേഷനും ചെയ്യാൻ സാധിച്ചില്ല, എഴുതാനും സാധിച്ചില്ല, അതിനുള്ള സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഫൈൻ. ഫുൾ മൂണ് നോക്കിയിട്ട് ആ ഒരു വിഷ് നിങ്ങൾ പറയുക. എന്നിട്ട് അത് ട്രസ്റ്റ് ചെയ്യണം കേട്ടോ. ഓൾറെഡി അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ടത് ലെറ്റ് ഗോ ചെയ്യുക. കഴിഞ്ഞു. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ അത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുമുണ്ട്. സോ ഉറപ്പായിട്ടും ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ.
താങ്ക് യു.